ഹലോ ഗൈസ്, വെൽക്കം ടു വീക്ക്ലി അനാലിസിസ് വീഡിയോ. നമുക്ക് ഇന്ന് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിന്റെ ഒരു അനാലിസിസും അതുപോലെ നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നോക്കാം. ആദ്യം തന്നെ നമ്മളിവിടെ കാണുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടാണ്. ഫസ്റ്റ് നമുക്കറിയാം, ഈ ഒരു ക്യാൻഡിൽ ഈ ഏപ്രിൽ 20 ഉണ്ടാക്കിയ ഒരു ക്യാൻഡിലിന്റെ ഹൈ ആണ് ഈ ഒരു 24,600 എന്നുള്ള ലെവല്. ആ ഒരു ലെവല് കഴിഞ്ഞ വീക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാതെ താഴത്തേക്ക് വന്നിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായത്. സോ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ട് അവിടുന്ന് കൺസോളിഡേഷൻ ചെയ്ത് താഴേക്ക് വന്നിട്ട് ഒരു ഡോജി ക്യാൻഡിലാണ് കഴിഞ്ഞ വീക്കിൽ നമുക്ക് കിട്ടിയത്. സോ അത് കഴിഞ്ഞ് ഈ ഒരു വീക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ വീക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്ട്രോങ് റെഡ് ക്യാൻഡിലാണ്. സോ ഇവിടെ ഒരു മേജർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് വീക്ക്നെസ് കാണിക്കുന്നതാണ്. നമുക്ക് വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ, സോ ഇത് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്റ്റാർ പാറ്റേൺ ഒക്കെ നമുക്ക് പറയാം. പക്ഷെ ഈ ഒരു റെഡ് ക്യാൻഡിൽ നല്ല രീതിയിൽ താഴേക്ക് വന്നിരുന്നെങ്കിൽ നമുക്ക് ഒരു കൺഫർമേഷൻ ഉണ്ടായിരുന്നു, നല്ലൊരു ബിയറിഷ്. പക്ഷെ ഇപ്പൊ അത്ര വലിയ ബിയറിഷ്നെസ് നമുക്ക് ഇവിടെ കൺഫർമേഷൻ ഇല്ല. കാരണം ഈ ഒരു ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ആണെങ്കിലും പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിലിന്റെ അത്ര താഴേക്ക് വരാത്തതുകൊണ്ട് തന്നെ ഇതൊരു മേ ബി നമുക്ക് 1 ഡേ ക്യാൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഇതൊരു പുൾ ബാക്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത്, ഇത്രയും നാളത്തെ ഒരു കൺസോളിഡേഷൻ കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നത്. അതായത് 4 മാസത്തിന് ശേഷമാണ് നമുക്കിവിടെ ബ്രേക്ക് ഔട്ട് കിട്ടുന്നത്. പക്ഷെ ആ ഒരു ബ്രേക്ക് ഔട്ട് ഒരു കാരണം നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് ഒരു പുൾ ബാക്ക് വരാൻ കാരണം ഈ ബ്രേക്ക് ഔട്ട് തുടങ്ങിയ ലെവൽ ഇവിടെ നിന്നാണ്. സോ ഇവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടാണ് ബ്രേക്ക് ചെയ്തത്. താഴെന്ന് പോയിട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ടായിരിക്കാം ബ്രേക്ക് ചെയ്ത ഉടനെ നമുക്കൊരു പുൾ ബാക്ക് കിട്ടിയത്. നേരെ മറിച്ച് മാർക്കറ്റ് ഇവിടെ നിന്ന് പുൾ ബാക്ക് ഒക്കെ എടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ മേ ബി ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുമായിരുന്നു എന്നായിരുന്നു ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. എനിവേ നമുക്കറിയാം, ഈ ബ്രേക്ക് ചെയ്തു, പിന്നെ ഈ ഒരു സ്മോൾ ആയിട്ടുള്ള ക്യാൻഡിൽസ് ആണ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത്. സോ അതൊക്കെ ഒരു ചെറിയ ചെറിയ ക്യാൻഡിലൊക്കെ കൊണ്ട് മാർക്കറ്റ് ഒരു പുൾ ബാക്ക് വന്നു. സോ ഡെയിലി ക്യാൻഡിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇതൊരു പുൾ ബാക്ക് ആയിട്ട് കൺസിഡർ ചെയ്തു. ബൈ ഒരു ഇമ്പൾസീവ് മൂവ്, പിന്നെ ഒരു കറക്റ്റീവ് മൂവ്. ഇനി മാർക്കറ്റ് മോസ്റ്റ് പ്രോബബ്ലി ഇവിടെ നിന്ന് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യും. മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യുകയാണ് നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. സോ ഇനി മാർക്കറ്റ് ഇൻ കേസ് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത്, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ല് ചെയ്യാൻ വരുമോ എന്നുള്ളത് മേജർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം അധികവും മാർക്കറ്റ് ബൈയിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്തിട്ട് പോവുകയാണ്. സോ അതോടൊപ്പം ഇവിടെയുള്ള ഒരു മേജർ ലെവലാണ് 24,000 എന്നുള്ള ലെവൽ. സോ ആ ലെവലും കൂടി ഇമ്പോർട്ടന്റ് ആണ്. അതിന് താഴേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ബിയറിഷ് വ്യൂ കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ഗ്യാപ്പ് മാർക്കറ്റ് ഓൾറെഡി ഫിൽ ചെയ്തു. ഇനി ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇതിന്റെ താഴെയും ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ അത്രത്തോളം താഴെ വരുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. 24,000 വീണ്ടും ബ്രേക്ക് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അഥവാ വരികയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പിന്റെ അടുത്തേക്ക് വന്ന് 24,000 മുകളിൽ നിന്ന് തന്നെ മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ 4 അവർ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്, മാർക്കറ്റ് ഇൻ കേസ് ഒരു ബൈയിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഒരു 4 അവർ ക്യാൻഡിലിന്റെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. സോ മാർക്കറ്റ് മേ ബി ഇവിടത്തേക്ക് വന്നിട്ട് ഒരു പുൾ ബാക്ക് വന്നിട്ടായിരിക്കാം വീണ്ടും ബൈയിങ്ങിലേക്ക് പോവുക. സോ നാളത്തെ നമ്മുടെ മേജർ ആയിട്ടുള്ള ഒരു ചോദ്യം, മാർക്കറ്റ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുമോ എന്നാണ്. അതായത് 24,265 എന്നുള്ള ലെവലാണ് മേജർ ആയിട്ടുള്ള ഈ ഒരു വീക്കിന്റെ ലോ എന്ന് പറയുന്നത്. ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺഫേം ആവാം മാർക്കറ്റ് മേ ബി ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള സാധ്യത. സോ ആദ്യം നമ്മൾ നോക്കുന്നത് 24,264 ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ബൈയിങ്ങിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്, സെല്ലിങ്ങിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഹയർ ലെവലിലേക്ക് പോകാനുള്ള ഏത് ലെവലാണ്. ഹയർ ലെവലിൽ 24,430. സോ ഈ ഒരു റേഞ്ച് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഹയർ ലെവലിലേക്ക് കൺഫർമേഷന് വേണ്ടിയിട്ട്
24,430 ബ്രേക്ക് ആണെങ്കിൽ ബൈയിങ്ങിലേക്ക് പോകും. അതല്ല 24,264 ബ്രേക്ക് ആണെങ്കിൽ സെല്ലിംഗ് സൈഡ് മാർക്കറ്റ് മൂവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്താൽ പ്രോബബ്ലി ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ അടുത്തേക്ക് പോയിട്ട് ഒന്ന് ഒന്ന് അവിടുന്ന് മേ ബി ഒരു വീക്ക്നെസ് കാണിച്ചെങ്കിലും മാർക്കറ്റ് കണ്ടിന്യൂസ് ബൈയിങ്ങിലേക്ക് പോകാനുള്ള പോസിബിലിറ്റിയാണ് നിഫ്റ്റിയിൽ നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പോഴുള്ള മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് 24,366 സോ അതിന്റെ അടുത്ത് തന്നെയാണ് 24,000 വരുന്നത്. അതേപോലെ 24,500 എന്നുള്ള ലെവലും മേജർ ആയിട്ടുള്ള ഒരു ലെവലാണ്. അത് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ അവിടെ തന്നെയാണ് വരുന്നത്. സോ ആ ഒരു ലെവലും കൂടി ഇമ്പോർട്ടന്റ് ആണ്. സോ നാളെ നോക്കേണ്ടത് മാർക്കറ്റ് എവിടെയാണോ ഓപ്പൺ ആവുന്നത്. 24,430 മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് ബൈയിങ് 24,500 വരെയൊക്കെ പോകാനുള്ള പോസിബിലിറ്റി എക്സ്പെക്ട് ചെയ്യാം. അതല്ല മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യാൻ സെല്ലിംഗ് സൈഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ഒരു വീക്ക്ലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. സോ അതുകൂടാതെ നമ്മുടെ ഈ ഒരു ലോവർ ലെവലിൽ നിന്ന് ഒരു ഫെബ് വരക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈ വരെ പോവുകയാണെങ്കിൽ ഇപ്പൊ മാർക്കറ്റ് ഒരു 38 പോയിന്റ് കറക്റ്റ് ചെയ്തിട്ടുള്ളത് മേ ബി ഒരു 50% ഒക്കെ വരികയാണെങ്കിൽ ഈ ഒരു ലെവൽ 24,100 അല്ലെങ്കിൽ 200 എന്നുള്ള ലെവൽ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 200 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. നമുക്കറിയാം പലപ്പോഴും മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത ഒരുപാട് പ്രാവശ്യം കൺസോളിഡേറ്റ് ചെയ്ത ഒരു ലെവലാണ് ആ ഒരു ലെവൽ എന്ന് പറയുന്നത്. സോ അവിടേക്ക് വന്ന ഒരു റീടെസ്റ്റ് എടുത്തിട്ട് മാർക്കറ്റ് ബൈയിങ് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളതാണ് ഒരു മേജർ ആയിട്ടുള്ള ഒരു കൺസേൺ. സോ രണ്ട് ലെവൽ ഇമ്പോർട്ടന്റ് ആണ്. മാർക്കറ്റ് ഏത് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത് അതിനനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും നിഫ്റ്റിയിൽ ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് അതേപോലെ നമ്മുടെ ഈ ഒരു ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡില് വീക്ക്ലി ക്യാൻഡിൽ നമുക്കൊരു ഷൂട്ടിംഗ് സ്റ്റാർ ആണ് കിട്ടിയത്. ഒരു അപ്പർ ആയിട്ടുള്ള നമുക്കറിയാം ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് അതായത് 43.80 എന്നുള്ള ഒരു ലെവലിന്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയിരുന്നു. ഈ ഒരു ലെവലിന്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയിട്ട് അവിടെ നിന്ന് റിജക്ഷൻ തന്നിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇവിടെ നിന്ന് മാർക്കറ്റ് മേ ബി ഒന്ന് കുറച്ചൊക്കെ താഴെ വന്നിട്ടായിരിക്കാം മേ ബി മാർക്കറ്റ് ഇനി ബൈയിങ്ങിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉള്ളത്. സോ ഈ ഒരു ഗ്യാപ് ഡൗൺ ഒക്കെ ഓപ്പൺ ആണ് തീർച്ചയായിട്ടും മാർക്കറ്റ് ഒന്ന് താഴേക്ക് വരാനുള്ള പോസിബിലിറ്റി നമ്മൾ വീക്കിലി ക്യാൻഡിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി അതല്ല ഡെയിലി ക്യാൻഡിൽ പോവുകയാണെങ്കിൽ നമുക്കറിയാം ഡെയിലി ക്യാൻഡില് ഒരു ഇതുപോലെ ഒരു നല്ലൊരു കൺസോളിഡേഷൻ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് തന്നിട്ട് ഇപ്പം ഇവിടെ ഒരു കൺസോളിഡേഷൻ ആണ്. സോ കൺസോളിഡേഷൻ ലെവല് നമുക്ക് അറിയാം ഒരു മേജർ റെസിസ്റ്റൻസ് ലെവലിലാണ് ഇപ്പൊ കൺസോളിഡേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് മാർക്കറ്റ് ഈ 43.80 മുകളിലേക്ക് വരികയാണെങ്കിൽ അതായത് ഈ ലാസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ മേ ബി മാർക്കറ്റ് ഒരു ബൈയിങ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ഒരു എക്സ്പെക്ടേഷനിൽ തന്നെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് മേ ബി ഈ ഒരു ലെവലായിരിക്കും അടുത്ത മേജർ ആയിട്ടുള്ള ലെവൽ, അതായത് 45.89 എന്നുള്ള ലെവലിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ആണ്. അടുത്ത് നമുക്ക് ഗോൾഡിൽ ഒരു ബുള്ളിഷ് റാലി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എക്സ്പെക്ട് ചെയ്യുക. അതല്ല മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 4 അവർ ക്യാൻഡിൽ വെച്ചാലും ഇവിടെ ഒരു FEG ഉണ്ട്. സോ ഈ ഒരു ലെവലിലേക്ക് വരാനുള്ള സാധ്യതയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ഇതാണ് രണ്ട്, അതായത് ഗോൾഡിലായാലും നിഫ്റ്റിയിലായാലും രണ്ടിനും ഒരു പോസിബിലിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് ഗോൾഡിൽ നല്ലൊരു ബൈയിങ് കഴിഞ്ഞിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു പുൾ ബാക്ക് എക്സ്പെക്ട് ചെയ്യാം. നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു പുൾ ബാക്കിലാണ്, അതുകൊണ്ട് തന്നെ ആ പുൾ ബാക്ക് ഒന്നെങ്കിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യുമോ അല്ലെങ്കിൽ റിക്കവർ ചെയ്യുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഗോൾഡിൽ ഒരു 4 അവർ ചാർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ വരച്ച FEG എന്ന ഡെയിലി ക്യാൻഡിലാണ്. 4 അവറിലും ഇവിടെ ഒരുപാട് FEGsകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പൾസീവ് മൂവ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് അപ്പ് മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ള ഒരു ലെവലാണ്. മാർക്കറ്റ് മേ ബി ഈ ഒരു ലെവലിലേക്ക് വന്നിട്ടായിരിക്കാം മാർക്കറ്റ് ഒന്ന് റിക്കവർ ചെയ്യുന്നുള്ളത്. സോ അതുകൂടാതെ ഇതൊരു മേജർ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് നടന്ന ഒരു റേഞ്ചും കൂടിയാണ്. അതായത് ഈ ഒരു കൺസോളിഡേഷൻ റേഞ്ച് ബ്രേക്ക് ചെയ്ത ഒരു ലെവലാണ്. നമുക്ക് അവിടെയൊക്കെ ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ടായിരിക്കാം മേ ബി മാർക്കറ്റ് ബൈയിങ് കണ്ടിന്യൂഷൻ. അതല്ല
മാർക്കറ്റ് ബൈയിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്കായിരിക്കും നെക്സ്റ്റ് ടാർഗറ്റ് 45.89 എന്നുള്ള ലെവലിലേക്കായിരിക്കാം ഗോൾഡ് പോകാനുള്ള സാധ്യതകൾ. സോ ഇതാണ് നമ്മുടെ ഒരു വീക്കിലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ലെവൽസുകൾ. എനിവേ നമുക്ക് നോക്കാം നാളത്തെ മാർക്കറ്റിൽ എങ്ങനെ ഉണ്ടാവുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.